പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ദേശീയ ഗണിത ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. ഇഷ്ടഗണിതം. കണ്ണാടിപ്പുഴയുടെ തീരത്തുള്ള മനോഹരമായ വനത്തിൽ മൃഗങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം പുഴവക്കത്തെ മരത്തിൽ ചാരിവെച്ച ബോർഡിൽ വലിയ അക്ഷരത്തിൽ കുരങ്ങൻ മാഷ് എഴുതിയിരിക്കുന്നത് കണ്ട് മൃഗക്കുട്ടികൾ അന്തം വിട്ടു. ഇന്ന് ദേശീയ ഗണിത ദിനം. ഗണിതത്തിനെ പേടിക്കരുത്, ചിരിച്ചുകൊണ്ട് പഠിക്കണം. മാഷിന്റെ ശിഷ്യൻ ചാച്ചുകുരങ്ങിന് മാത്രം ആ ബോർഡ് ഇഷ്ടമായി. അവൻ പറഞ്ഞു, ഗണിതം മധുരമാണ്. അയ്യോ, ഗണിതമോ എന്ന് പറഞ്ഞ് ടിന്നു മുയൽക്കുട്ടൻ ഉടനെ ഒരു കാരറ്റ് കടിച്ചു. എണ്ണാൻ എനിക്കറിയാം, പക്ഷേ കഴിക്കുന്ന കാരറ്റിന്റെ എണ്ണം നോക്കാറില്ല. കാരറ്റു തിന്നുമ്പോൾ എണ്ണിടുവാൻ ഞാനിട്ടും നോക്കാറില്ലേ ഇല്ല. വയറു നിറച്ചു കഴിച്ചിടുമ്പോൾ എണ്ണം പിടിച്ചു നടക്കാറില്ല. അത് കേട്ട് കുഞ്ഞാന തുമ്പിക്കൈ ഉയർത്തി പറഞ്ഞു, ഗണിതം എളുപ്പമാണെങ്കിൽ ഞാൻ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങും എന്ന് പറഞ്ഞ് അവൻ തുമ്പിക്കൈ ഉയർത്തി ചീറ്റി. ഇത് കേട്ട് കുരങ്ങൻ ചാച്ചു 2 വാഴപ്പഴം എടുത്തു. പിന്നെ 2 കൂടി. 2 + 2 എത്ര എന്ന് ചോദിച്ചു. കുഞ്ഞാന ഉടനെ പറഞ്ഞു, 4. കുരങ്ങൻ അതിൽ ഒരെണ്ണം തിന്നു കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒരെണ്ണം എൻ്റെ വയറ്റിൽ പോയാലോ? തൊലി ബാക്കിയുണ്ടാവും, അണ്ണാൻ കുട്ടൻ പറഞ്ഞു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആ ചിരി കാടെങ്ങും മുഴങ്ങി. അപ്പോൾ മാൻകുട്ടി പറഞ്ഞു, ബാക്കി 3 എണ്ണം. മിടുക്കൻ. മാഷ് അവനെ അഭിനന്ദിച്ചു. അടുത്തതായി മുയൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 കാരറ്റുണ്ട്. ഞാൻ 1 തിന്നു, പിന്നെ 1, പിന്നെ 1. ബാക്കി എത്രയുണ്ട്? ആമച്ചേട്ടൻ ചോദിച്ചു. അതെ, ബാക്കി എത്രയുണ്ട്? മുയലിൻ്റെ വയറ്റിൽ തട്ടിക്കൊണ്ട് അണ്ണാൻകുട്ടൻ പറഞ്ഞു, വയറ്റിൽ 3, പുറത്ത് 2, ബാക്കി 2 എണ്ണം. കുഞ്ഞാന പറഞ്ഞു, ഒരു കുഞ്ഞാനയ്ക്ക് 4 കാലുകൾ, 2 കുഞ്ഞാനകൾ ഉണ്ടെങ്കിലോ? പാച്ചുകുരങ്ങൻ പറഞ്ഞു, 8. കുഞ്ഞാന ചിരിച്ച് പറഞ്ഞു, ശരിയാണ്. അവസാന പരീക്ഷയുടെ ദിവസമായി. ആദ്യത്തെ ചോദ്യം മാഷ് ഉറക്കെ ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് ഗണിതം ഇഷ്ടമാണോ? എല്ലാവരും ഒരുമിച്ച് കൈപൊക്കി. എന്നിട്ട് എഴുതി, ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഗണിതം ഞങ്ങൾക്കിഷ്ടമാണ്. ഇഷ്ടത്തോടെ ചെയ്തിടുകിൽ കഷ്ടമില്ല പഠിച്ചിടുവാൻ. ഇഷ്ടമാണ്, ഞങ്ങൾക്കിഷ്ടമാണ്. അതെ, ഇഷ്ടത്തോടെ പഠിച്ചാൽ സംഖ്യകൾ പോലും സുഹൃത്തുക്കളാവും. ആമ മാഷ് പറഞ്ഞു. അന്നു മുതൽ കാട്ടിൽ ഗണിതം പഠിക്കുമ്പോൾ കുരങ്ങൻ്റെ ചിരിയും മുയലിൻ്റെ കാരറ്റും കുഞ്ഞാനയുടെ ചിഹ്നം വിളിയും കൂടെ ഉണ്ടായിരുന്നു. ഗണിതം പേടിപ്പിക്കുന്ന വിഷയമേ അല്ല, കളിച്ചും ചിരിച്ചും പഠിക്കാവുന്ന രസകരമായ വിഷയമാണെന്ന് കാട്ടിലെല്ലാവർക്കും മനസ്സിലായി. അവർ ഗണിതം ഇഷ്ടത്തോടെ പഠിച്ചു.